ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 2, ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. ഇതിൻ്റെ വൃത്തം ശാർദൂല വിക്രീഡിതം. ഭാഗവതോത്തമനായ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിച്ചു. ഇനി അതിനുശേഷം 2-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സകളമായ ഭഗവത് സ്വരൂപവും തദനുഗുണമായ ഭക്തിമഹത്വമാണ് വർണ്ണിക്കുന്നത്. അതായത് തസ്മിൻ ധന്യേ രമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ എന്ന് നിർദ്ദേശിച്ച വിധത്തിലുള്ള ഭഗവാന്റെ സകളമായ സ്വരൂപവും തദനുഗുണമായ ഭക്തിമഹത്വവും 2-ാമത്തെ ദശകം കൊണ്ട് ഉപവാദിച്ചിരിക്കുന്നു. ഭാഗവതത്തിലത്തെ പോലെ തന്നെ ഭക്തന്മാരുടെ നിരന്തര ധ്യാന പരിശീലനത്തിനായിട്ട് സന്ദർഭം കിട്ടുന്ന സമയത്തൊക്കെ ഭഗവത് സ്വരൂപ വർണ്ണനം അത് ശ്രുതി മധുരമാകും വണ്ണം നിബന്ധിച്ചിരിക്കുന്നു എന്നത് ശ്രീമന്നാരായണീയത്തിനുള്ള ഒരു മഹാത്മ്യമാകുന്നു. ഭഗവാന്റെ രൂപവർണ്ണന എത്ര കേട്ടാലും നമുക്ക് മതിയാവുക. അതും ഭട്ടതിരിപ്പാടിൻ്റെ മനോഹരമായ വരികളിൽ കൂടെ നമുക്ക് ഒന്ന് ആസ്വദിക്കാം. 1-ാമത്തെ ശ്ലോകം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാവകുണ്ടലയുഗം കണ്ടോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപ കുണ്ടലയുഗം കണ്ടോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം. ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം. കാരുണ്യാകുല നേത്രം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ആർദ്ര ഹസിതോല്ലാസം, കുളിർമയുള്ള പുഞ്ചിരി പ്രകാശം. സുനാസാപുടം, മനോഹരമായ മൂക്ക്. ഗണ്ഡോദ്യന്മകരാവ കുണ്ടലയുഗം, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ. കണ്ടോജ്വലത് കൗസ്തുഭം, കണ്ടത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന ത്വദ്രൂപം, നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ അഹം ഭജേ, ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. പൊൻകിരീടം, ഗോപിക്കുറി, മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം എന്നിവ വൈകുണ്ഠ വിഗ്രഹത്തിൻ്റെ പുരാണ പ്രസിദ്ധിയുള്ള അലങ്കാരങ്ങളാകുന്നു. മകരകുണ്ടലം പറയുമ്പോൾ മകരമത്സ്യത്തിൻ്റെ ആകൃതിയുള്ള കർണാലങ്കാരം. കൗസ്തുഭം ഒരു രത്നവിശേഷം. വനമാല അത് എല്ലാ ഋതുക്കളിലെയും പൂക്കളും തളിരുകളും ഇടകലർത്തിയിട്ട് നടുക്ക് കടമ്പിൻ പൂങ്കൊത്ത് കോർത്തുണ്ടാക്കിയതും ഉടനീളം ഞാന്ന് കിടക്കുന്നതുമായ മാല. ശ്രീവത്സം പറയുമ്പോൾ ശ്രീവത്സം ഒരു മറുവാണ്. ഇത് ഭൃഗുമഹർഷിയുടെ കാഴ്ചവെട്ടേറ്റുണ്ടായ അടയാളാണെന്ന് നമുക്കൊരു പുരാണ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, കുളിർമയുള്ള പുഞ്ചിരിപ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ, കണ്ടത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാവകുണ്ടലയുഗം കണ്ടോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാവകുണ്ടലയുഗം കണ്ടോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം
കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ടോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.